ഇവിടെ ഇരുന്നോളൂ. പെട്ടെന്ന് വാ, കീടംവാസ് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. വാ പോയി നോക്കാം. പെൺപടകൾക്ക് സ്വാഗതം. ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെന്താ? ഒച്ച വച്ച് നിശബ്ദത ഉണ്ടാക്കാതെ ഒരു നിമിഷം ശ്രദ്ധിക്കും മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ്. അതെന്തുവാ കീടമേ ഞങ്ങളെയൊക്കെ കസിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിച്ച് എന്തേലും ചാൻസ് ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കീടം കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഞാൻ വെള്ളവിടെ നിർത്തി. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. പട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ഷീലാമ്മ വിളിക്കുന്ന പോലെ വാസുകൊച്ചേട്ടാ അങ്ങനെ വിളിച്ചാൽ മതി. ഇത് ഫിക്സ്. എന്നെ വേണോ? ഇതാര് ശ്യാമള കുഞ്ഞു? കുഞ്ഞിന് എന്റെ ഐറ്റംസിനോട് താല്പര്യമില്ലാന്നറിയാം. പക്ഷെ ഈ കൂട്ടുകാരികളോട് അത് വാങ്ങരുതെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്. ശ്രമിക്കാം. ഈ വാക്ക് കേട്ടാ മതി. ആണോന്നോ? ഇതെല്ലാം വിദേശ രാജ്യങ്ങളായ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, തമ്പാനൂർ, കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. ഇതെടുക്കട്ടെ? അയ്യോ ഒരു നിമിഷം. ഹലോ ബ്ലഡി ഫൂൾ, ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലോടോ. എന്റെ സ്വഭാവം മഹാകൂറയാണ് അറിയോ? വച്ചിട്ട് പോട ഫോൺ. ബ്ലഡി ഫൂൾ. വീട്ടിൽ നിന്ന് അച്ഛനാന്ന് ചുമ്മാ ഈ നേരത്തൊക്കെ വിളിച്ച് ശല്യം ചെയ്യും. ഇത് നല്ല ഫോറിൻ ലിഫ്റ്റിക്കാ. ഭവാനിയുടെ കല്യാണമായെന്ന് കേട്ടു. നടന്നില്ല കീടമേ. വീണ്ടും കീടം. അല്ല വാസുകൊച്ചേട്ടാ, അവക്ക് ചൊവ്വാദോഷമാ. ചൊവ്വാഴ്ച മാത്രമല്ലേ ഉള്ളൂ ദോഷം. അതെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞൂടെ? അല്ല വാസുകൊച്ചേട്ടാ, വാസുകൊച്ചേന്റെ നല്ല ആമ്പിള്ളേർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ 6 അടി മൂലം പൊക്ക നക്ഷത്രം. അല്ല 6 അടി പൊക്കം മൂലം നക്ഷത്രം. നല്ല പയ്യനെ നോക്കട്ടെ. അതൊന്നും അവക്ക് വേണ്ട. ഇത് ഞാൻ എടുത്തേ. കാശ് വെച്ചിട്ട് കാശ് വേണമെങ്കിൽ പറ്റില്ല. നിന്നോട് പിള്ള 100 വട്ടം പറഞ്ഞിട്ടില്ലയോ ഈ മുറ്റത്ത് കാലെടുത്ത് ഉത്തരവെന്ന്? പോയിനടി പിള്ളേരെ, പോയി ക്ലാസ്. അയ്യോ എല്ലാം കടം. നിന്റെ കച്ചവടം ഇതിന് പുറത്തു മതി. മാന്യമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനം ഇത്. കേട്ടാ തോന്നുന്നു ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന്. ഇത് വെറും ട്യൂട്ടോറിയൽ കോളേജ് തന്നല്ല. എന്തുവാ നിനക്ക് ഇത്ര പുച്ഛം? എങ്ങനെ പുച്ഛിക്കാതിരിക്കും? ഇതൊക്കെ നിർത്തിയിട്ട് പിള്ളക്കൊച്ചേട്ടനോട് വല്ല സ്വാശ്രയമോ ആശുപത്രിയോ തുടങ്ങാനൊന്ന് ഉപദേശിക്ക്. സീറ്റ് ഒന്നിന് ആൾക്കാർ 50-60 ലക്ഷം കൊണ്ട് ക്യൂ നിൽക്കും. ഇപ്പൊ ബ്ലൈഡിനെക്കാൾ മെച്ച ആശുപത്രിയാ. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. അയ്യോ സൂസന്ന ടീച്ചറെ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് ദിവാരട്ടന്റെ കാഴ്ച മങ്ങി തുടങ്ങിയോ? ചിലപ്പോ വല്ല തിമരത്തിന്റെ തുടക്കമായിരിക്കും. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് പ്രസിഡന്റ്. ഭർത്താവ് ഗൾഫിലോട്ട് തിരിച്ചു പോയോ? കഴിഞ്ഞ ആഴ്ച പോയി. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുവാ ഞാൻ. ഇനി പെട്ടെന്ന് തിരിച്ചു വരത്തില്ലായിരിക്കുമല്ലേ? ഇല്ല. പാവം, വലിയ ഏകാന്തത അതിന്. എനിക്ക് വലിയ കാര്യം അവരോട്. വെരി നാച്ചുറൽ. വിദേശത്ത് ഭർത്താവുള്ള ഏതൊരു സ്ത്രീയെയും നാട്ടിലുള്ള ചില കുരുട്ട് കിളവന്മാർ ഇതുപോലെ സ്വപ്നം കാണും. ഞാൻ പറഞ്ഞത് സത്യം. എന്റെ രാമകൃഷ്ണ, നീ ആ സിനിമാ വാരികം വായിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങ് വന്നേ. ഈ കണക്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി വൈകിട്ട് പിള്ളയെ ഏൽപ്പിച്ച അയാൾക്ക് വലിയ സന്തോഷമാകും. സഖാവേ, 150 രൂപ വെച്ച് 10-200 പിള്ളേരുടെ ഫീസ് അടയ്ക്കുന്നതിന്റെ കണക്ക് മഹാസംഭവമൊന്നുമല്ല. അത് സഖാവ് തന്നെ എഴുതിക്കൊണ്ടാ മതി. എങ്ങനെയെങ്കിലും ഈ സെറ്റപ്പിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എടോ, പിള്ളയുടെ ഉദ്ദേശം തനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്തി കഴിവ് തെളിയിച്ച അയാള് തനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഇട്ട് തരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഒരു ബിസിനസ് ഇട്ടുകൊടുത്ത് ഈ അഭിനയ പ്രതിഭയെ മുളയിലെ നുള്ളിക്കളയരുത്. സിനിമയിലെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു എന്ന് കരുതി ഇവൻ അങ്ങനെ എഴുതിത്തള്ളരുത്. സംവിധായകനായ കമലിന് ഇവന്റെ കഴിവുകൾ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിച്ചില്ല. കാമുകനായ കോളേജ് വിദ്യാർത്ഥിയുടെ വേഷം അഭിനയിക്കാൻ ചെന്ന ഇവനെ നായികയുടെ തോട്ടക്കാരനാക്കി. എന്നിട്ട് ഇവൻ അടിപതറാകുന്ന അഭിനയം. എന്നിട്ട് ആ അഭിനയം മൊത്തമായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് സിനിമ തീർന്നു. വന്ന ഭാഗം കാണാൻ പറ്റി, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല. നല്ല സ്റ്റാൻഡേർഡ് കൂവലല്ലായിരുന്നു. നോക്കിയോ, നിങ്ങളെ കൊണ്ടൊക്കെ ഞാനത് മാറ്റി പറയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു സിനിമ നടനാവും. ആയിക്കോ, പക്ഷെ അതിന് ഇപ്പൊ നീ എന്തിനാണ് ജോലിയും ചെയ്യാതിരിക്കുന്നേ? സിനിമാ നടനാവുന്നതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ബസ് കണ്ടക്ടർ ആയിരുന്നു. ആണോ? പിന്നെ മമ്മൂട്ടി വക്കീലും. ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ? നീ അത് പറയരുത്. മമ്മൂട്ടി നല്ല കഴിവുള്ള മനുഷ്യനല്ലയോ? അതുപോലെയാണ് ഈ വക്കീല്. എടാ രാമകൃഷ്ണ,
സിനിമ എന്ന് പറഞ്ഞ് നീ പഠിപ്പ് നിർത്തി വീട്ടിൽ വന്നതിന്റെ തൊട്ടടുത്ത മാസം ഈ ഞാനും സഖാവും കൂടി പറഞ്ഞിട്ടാ നിന്റെ ചേട്ടൻ നീ ആവശ്യപ്പെട്ടത് പ്രകാരം പത്തനംതിട്ടയിൽ ഒരു റെഡിമെയ്ഡ് കട ഇട്ട് തന്നെ. തൊട്ടടുത്ത വർഷം അത് പൂട്ടി. പിള്ളയുടെ 10 ലക്ഷം രൂപ പുകഞ്ഞു. മോനെ, അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട ഈ സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയെടുത്തത്. ഇനിയും നിന്റെ പേരിൽ എന്തെങ്കിലും ചക്രം മുടക്കുന്നതിന് മുമ്പ് നീ കാര്യപ്രാപ്തി ഉള്ളവനാണെന്ന് തെളിയിക്കണം. അയാൾ പറയുന്നതിൽ എന്തുവാ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. എനിക്ക് 5 പൈസ തരുകയും വേണ്ട. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പുള്ളി ഒറ്റയ്ക്ക് അനുഭവിച്ചോട്ടെ. ആരുടെയും സഹായം കൂടാതെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനോ നോക്കട്ടെ. ഈ ഡയലോഗിൽ നിനക്ക് ഒട്ടും ചേരാത്ത ഒരു ഹീറോയിസം ഉണ്ട്. തിയേറ്ററിൽ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഹലോ, ഫീസ് അടച്ചതിന്റെ ബാലൻസിന് 2 ലിഫ്റ്റിക്ക് എടുക്കട്ടെ? വേണ്ട. വേണ്ടേ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ കച്ചവടം വേണ്ടെന്ന്. ഒരു നായരെന്നുള്ള പരിഗണനെങ്കിലും എനിക്ക് തന്നൂടെ പ്രസിഡന്റ്? ആ പരിഗണന കരയോഗം പ്രസിഡന്റ് ആയ ഇങ്ങേർക്ക് പോലും കിട്ടുന്നില്ല, പിന്നെ നിനക്ക്. അയ്യോ, തള്ളേ പിള്ള. ഈ ചുവരാരവിടെ പതിവുള്ളത് അവിടെ നിൽക്കാൻ അറിഞ്ഞൂടാ. നിന്നോട് ഈ പെട്ടിയായിട്ട് ഇതിന്റെ അകത്ത് കേരളെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ. ഇനി ഇവിടെ കണ്ടാ നിന്റെ കാല് തലയാ ഓടിക്കും. ഇതെവിടെ ചുറ്റാൻ പോയിരുന്നു? ഞാൻ മൂത്രം അല്ല ചായ ഒഴിക്കാൻ പോയതാ. എന്ത്? ഞാൻ മൂത്രം കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് മൂത്രം ഒഴിക്കാം. എന്നിട്ട് രണ്ടും നടന്നോ? ഉവ്വ്. ഇതുവരെ എത്ര രൂപ ഫീസ് പിരിഞ്ഞു കിട്ടി? 7550. എത്രടാ? ഇപ്പൊ നോക്കി പറയാം. ഇത് എങ്ങോട്ട് പോവാ? എടാ, നീ ഇതെന്തോ കോടതി പോയില്ലയോ? അല്ലെങ്കിൽ പോയിട്ട് എന്തോ കാര്യല്ലേ? ആ കൊട്ടിലേത്ത പരമേശ്വര കുറുപ്പും മക്കളും നമ്മൾ കൊടുത്ത സ്റ്റേയില് തറ പറ്റി കാണും. അപ്പൊ രാവിലെ തന്നെ ഒരു പ്രശ്നം സൃഷ്ടിച്ചോണ്ടുള്ള വരവാ ഇത്. ഗോപാലകൃഷ്ണ, ആ കൊട്ടിലകത്തെ മൂപ്പിലാനോടും പിള്ളേരോടും കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. നല്ല കൂടിയ അനമ. അവന്മാര് വിരലൊന്നും ഞൊടിച്ച ഒരു പൂക്കച്ചൊളയും നടക്കത്തില്ല. അവന്മാർ ഇതുവരെ മുട്ടിയിട്ടുള്ളത് ആണും പെണ്ണും കെട്ട മോഴകളോടാ. പ്രസിഡന്റ്, നല്ല കൊമ്പനോട് അടഞ്ഞാലേ അവന്മാര് താങ്ങത്തില്ല. എന്നാലും ഒരു വെടിമരുന്ന് വരയ്ക്കാണ് പിള്ള തീ കൊളുത്തിയത്. പേടിക്കണ്ട, ഞാൻ ഇങ്ങനെ മാനം നോക്കി കൈ ഉയർത്തി വിളിച്ച ഇടിവെട്ടി പെയ്യില്ലേ പേമാരി. അതിൽ കെടാത്ത തീയുണ്ടോ സഹാവേ? എല്ലാ ലീഗൽ പോയിന്റ്സും റഫർ ചെയ്ത് ഞാൻ പണിപ്പെട്ട് മേടിച്ചെടുത്ത സ്റ്റേ അങ്ങനെ പ്രയോജനപ്പെട്ടു. എടാ, ഒരു ചെക്ക് റിട്ടേൺ ആയ അത് കൊടുത്തവന്റെ പേരുള്ള അസറ്റ് അറ്റാച്ച് ചെയ്യാൻ മള്ളൂർ ഗോവിന്ദ പിള്ളയൊന്നും വേണ്ട. കോട്ടിട്ട് ഏതെങ്കിലും ഒരു ഡൂക്കില് വക്കീല് മതി. മള്ളൂരോ? അതാരാ? അതാണ് വക്കീല്. അല്ല, നേരം പോയി. എനിക്ക് മലയാളം BA ഒരു ക്ലാസ് എടുക്കണം. അഭിജ്ഞാന ശാകുന്തളം. കുറെ ദിവസങ്ങളായി ചില ആശയങ്ങൾ മനസ്സിൽ കിടന്ന് തിങ്ങുന്നു. പോയി വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവെക്കട്ടെ. ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഫീസ് അടച്ചല്ലോ? എന്റെ ഫീസ് അടച്ചിട്ട് നീ ക്ലാസ്സിൽ കയറി. ഗോപാലകൃഷ്ണ, എന്നോട് ഇന്നേ വരെ ഇത്രയും ക്രൂരവും പൈശാചികവുമായി ഒരു കക്ഷിയും പെരുമാറിയിട്ടില്ല. അതിനുള്ള അവസരം നീ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇടാ, നിനക്ക് ഞാനല്ലാതെ വേറെ ആരാ കക്ഷികളായിട്ടുള്ളത്? ഗോപാലകൃഷ്ണ സഖാവേ, ഒരു 500 രൂപ കൊടുത്തേക്ക്. പിന്നെ ഇത് ഒരിക്കലും ഒരു ഫീസായിട്ട് കണക്കാക്കരുത്. ഒരു ഔദാര്യമായിട്ട് കൂട്ടിയാ മതി. പിള്ളേ, അപ്പൊ സ്കൂൾ കുട്ടികളുടെ യൂണിഫോം വാങ്ങുന്നതിലേക്ക് ഞാൻ ചോദിച്ച സംഭാവന? ഇവന്റെ ഫീസിന്റെ വലത്തെ അറ്റത്ത് ഒരു 0 കൂടിയിട്ട് പ്രസിഡന്റ് സഖാവിന്റെ വാങ്ങിച്ചോ. 5000 രൂപ പ്രസിഡന്റിന്റെ ടൈം. ഹോ, ഇവിടെ നിൽക്കുന്ന വക്കീൽ ഒരു കൊള്ളാവുന്ന വക്കീലായിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടിയാനെ. പണം പലിശയ്ക്ക് കടം കൊടുക്കുക, കണ്ണുവെക്കുന്ന ഭൂമിയൊക്കെ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കുക, പിന്തിരിപ്പൻ സ്ഥാപിത മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സ്വന്തമായി പാരലൽ കൊള്ളയും നടത്തുക. ഫ്യൂഡൽ മാടമ്പിമാരുടെ കാലം കഴിഞ്ഞിട്ടില്ല സഹാവേ. നല്ല വർഗ വിശകലനം. അയാളുടെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പേര് പറയാതെ നിങ്ങളെല്ലാരും സഖാവെന്നാണ് വിളിക്കുന്നെങ്കിൽ പാർട്ടി 3 വർഷത്തിന് മുമ്പ് നിങ്ങളെ പുറത്താക്കിയതല്ലേ? വക്കീലേ, പാർട്ടിയിൽ നിന്ന് പുറത്താവുമ്പോഴാ ഒരാൾ യഥാർത്ഥ സഖാവാവുന്നത്. അതായത് ഒരു കേസ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു വക്കീല് യഥാർത്ഥ വക്കീലാവുന്നത്.